ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, 50 നോമ്പിന്റെ 40-ാം ദിനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. 40-ാം വെള്ളിയാഴ്ച. ഈശോയുടെ പീഡാസഹനങ്ങളെക്കുറിച്ച് ധ്യാനിക്കുവാനായിട്ട് നമുക്ക് ഈ നിമിഷങ്ങളിൽ തമ്പുരാന്റെ തിരുഹൃദയത്തോട്, തിരുമുറിവുകളോട് ചേർന്നിരിക്കാം. ഒരു നല്ല രാജാവ് എങ്ങനെയാണ്? ഒരു നല്ല ഇടയൻ എങ്ങനെയാണ്? ഇതെല്ലാം സ്വന്തം ജീവിതം കൊണ്ട് കാണിച്ചു തന്ന, ദൈവമാണെന്ന ഭാവം പോലും കൂടാതെ ഈ ഭൂമിയിലേക്ക് അവതരിച്ച് ഒരു മനുഷ്യനായി ജന്മമേകിക്കൊണ്ട് നമ്മുടെ എല്ലാം പാപങ്ങൾക്ക് പരിഹാരമായി സ്വന്തം ജീവിതം ബലിയായി നൽകിയ ഒരു രാജാവ്, അതാണ് നമ്മുടെ ഈശോ തമ്പുരാൻ. പ്രിയമുള്ളവരെ, ഇന്നേ ദിവസം നമുക്ക് തീഷ്ണതയോടെ നമുക്ക് വേണ്ടി സഹിച്ച, നമുക്ക് വേണ്ടി സ്വശരീരം കീറി മുറിക്കപ്പെട്ട ആ തമ്പുരാനെ ഒന്ന് ഓർക്കാം. ഈശോയുടെ തിരുസന്നിധിയിലായിരിക്കുമ്പോൾ ഉഴവ് ചാല് പോലെ കീറി മുറിക്കപ്പെട്ട ശരീരത്തോടു കൂടിയ കർത്താവിനെ ഒന്നോർക്കുക. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായത്തിലെ കർത്താവിന്റെ ദാസനെ കുറിച്ച് പറയുകയാണ്. 53-ാം അധ്യായത്തിന്റെ 5-ാം തിരുവചനം ഇങ്ങനെ പറയുന്നു: നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി, അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. ഈശോയിൽ പ്രിയമുള്ളവരെ, നമ്മുടെ ഓരോരുത്തരെയും പാപങ്ങൾക്ക് വേണ്ടിയാണ് അവിടുന്ന് എല്ലാം ഏറ്റെടുത്തത്. നമ്മളെ പാപഭാരമാണ് കാൽവരിയിലേക്കുള്ള ആ മരക്കുരിശിലൂടെ അവിടുന്ന് ചുമന്നത്. നമ്മെ അത്രയേറെ സ്നേഹിച്ച ഈശോയുടെ തിരുസന്നിധിയിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പലപ്പോഴും നാം നിയോഗമൊക്കെ സമർപ്പിച്ച് അതിന് ഉത്തരം കിട്ടാതെ വരുമ്പോൾ ദൈവ തിരുസന്നിധിയിൽ അകന്നു പോകുന്ന ചില നിമിഷങ്ങളുണ്ടല്ലോ, ഈശോ എത്രമാത്രം വേദനിക്കുന്നെന്ന് ഓർക്കുക. നമ്മുടെ ഒരു നിയോഗം പ്രാർത്ഥിച്ചിട്ട് നടക്കുവാൻ ചിലപ്പോഴൊക്കെ ഒരു താമസം ഉണ്ടായിരിക്കാം. എന്നാൽ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും വേണ്ട ആയിരക്കണക്കിന് കാര്യങ്ങളാണ് ദൈവം നമുക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ചോദിക്കാതെ തന്നെ നമ്മുടെ ജീവിതത്തിൽ അത്രയേറെ അനുഗ്രഹങ്ങൾ നൽകുന്ന നമ്മുടെ പൊന്നു തമ്പുരാനെ നമുക്ക് മറക്കാൻ കഴിയും. എന്നാലും അവിടത്തേക്ക് പരാതികളില്ല, അവിടത്തേക്ക് പരിഭവങ്ങളില്ല. എൻ്റെ മകൻ, എൻ്റെ മകൾ എൻ്റെ അടുക്കലേക്ക് തിരികെ വരും എന്നുള്ള ആ ഒരു ആഗ്രഹത്തോടെ, ആ ഒരു സ്നേഹത്തോടെ ധൂർത്തപുത്രന് വേണ്ടി കാത്തിരിക്കുന്ന, ധൂർത്തപുത്രനായ മകന് വേണ്ടി കാത്തിരിക്കുന്ന ആ പിതാവിനെ പോലെ അവിടുന്ന് സ്വർഗത്തിന്റെ വാതിലില് ഓരോ നിമിഷവും നമുക്ക് വേണ്ടി കാത്തിരിക്കുക. നമ്മൾ എത്രയേറെ നമ്മുടെ തമ്പുരാനെ വേദനിപ്പിച്ചു എന്ന് പറഞ്ഞാലും അവിടത്തേക്ക് അതിനൊന്നും പരാതികളില്ല. അവിടെ നമ്മോട് ദീർഘക്ഷമ കാണിച്ചുകൊണ്ട് നമ്മൾ ഓരോ തവണയും അവിടുത്തെ വേദനിപ്പിക്കുമ്പോഴും, ഓരോ തവണയും അവിടുത്തെ തള്ളിക്കളയുമ്പോഴും തള്ളിപ്പറയുമ്പോഴും, അവിടുത്തെ പലപ്പോഴും ചീത്ത വിളിക്കുമ്പോഴും ഒക്കെ ഈശോ നമുക്ക് വേണ്ടി ഇങ്ങനെ മൗനം പാലിച്ച് എൻ്റെ മകൻ തിരിച്ചു വരും, മകൾ തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ കാത്തിരിക്കുക. യെശയ്യാ 53:7 ഇങ്ങനെ പറയുന്നു: അവൻ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു, എങ്കിലും അവൻ ഉരിയാടിയില്ല. നമ്മൾ ഇത്രയും ഈശോയെ തള്ളിക്കളഞ്ഞിട്ട്, കുറ്റം പറഞ്ഞിട്ടൊന്നും അവിടുന്ന് ഒന്നും പറഞ്ഞിട്ടില്ല. കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുമ്പിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെയും അവന് മൗനം പാലിച്ചു. നമ്മൾ എന്തെല്ലാം പറഞ്ഞിട്ടും, എന്തെല്ലാം ഉപദ്രവങ്ങൾ ചെയ്തിട്ടും, എന്തെല്ലാം വേദനിപ്പിച്ചിട്ടും അവിടുന്ന് ഒന്നും ഉരിയാടിയില്ല, ഒന്നും പറഞ്ഞില്ല. അത്രയേറെ സ്നേഹമാണ് നമ്മുടെ പൊന്നു തമ്പുരാന് നമ്മോടുള്ളത്. ഈശോയിൽ പ്രിയമുള്ളവരെ, കാൽവരി കുരിശില്, കാൽവരി കുന്നിലെ ആ വലിയ മരക്കുരിശില് നമുക്ക് വേണ്ടി വിരിഞ്ഞ രക്തപുഷ്പമാണ് നമ്മുടെ പൊന്നു തമ്പുരാൻ. ആ തമ്പുരാന്റെ സഹനങ്ങളെ ഓർക്കാം. ലോകത്തില് 5 ലക്ഷത്തിലധികം ദിവ്യബലികൾ, പരിശുദ്ധ കുർബാനകൾ ഒരു ദിവസം അർപ്പിക്കപ്പെടുമ്പോൾ പ്രിയമുള്ളവരെ, ഓരോ പരിശുദ്ധ കുർബാനയിലും ഈശോ നമുക്ക് വേണ്ടി മുറിയുന്നു. നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി ഊനമറ്റ കുഞ്ഞാടായി അവിടുന്ന് ബലിയാകുന്നു എന്നുള്ള ചിന്ത മറക്കാതിരിക്കുക. നമുക്ക് വേണ്ടി അത്രയേറെ അവിടുന്ന് സഹിക്കുന്നുണ്ട്. നമ്മോടൊപ്പം ഇരിക്കാൻ, നമ്മുടെ ഹൃദയത്തിൽ വസിക്കാനായിട്ടാണ് അവിടുന്ന് എത്രയേറെ സഹനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് വേണ്ടി ഈ ലോകത്തിലെ ഏറ്റവും വലിയ മഹാത്ഭുതവും ഏറ്റവും വലിയ സമ്മാനവുമായ പരിശുദ്ധ കുർബാനയായി മാറിയത്.
പ്രിയമുള്ളവരെ, ഈ 40-ാം വെള്ളിയിൽ ഈശോയുടെ പീഡാസഹനങ്ങളെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ, ഈശോയോട് ചേർന്നിരിക്കുമ്പോൾ അവിടുത്തെ പരിശുദ്ധ ബലിയെക്കുറിച്ച്, നമുക്ക് വേണ്ടി കീറി മുറിക്കപ്പെട്ടതിനെക്കുറിച്ചൊക്കെ ഒന്ന് ചിന്തിച്ച് ധ്യാനിച്ച്, എൻ്റെ ഈശോയെ, എൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായി ബലിയായി മാറിയ എൻ്റെ ജീവനെ രക്ഷിച്ച കർത്താവെ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തമ്പുരാനോട് കുറച്ചുകൂടി അകലാൻ കാണിച്ചതിൻ്റെ 10 ഇരട്ടി തീഷ്ണതയോടെ ഓടി വന്ന് തമ്പുരാനെ ഒന്ന് മുറുക്കെ ഒന്ന് കെട്ടിപ്പിടിച്ച് ആ കാൽവരി കുരിശിനെ ഒന്ന് സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചുകൊണ്ട്, ആ തിരുമുറിവുകളെ ഒന്ന് ചുംബിച്ചുകൊണ്ട്, അവിടുത്തെ രക്തമൊഴുകുന്ന ആ ശരീരത്തെ ഒന്ന് മാറോട് ചേർത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഈശോയെ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഈശോയെ, എനിക്ക് വേണ്ടി ഇത്രയേറെ സഹിച്ച്, എനിക്ക് വേണ്ടി ഇത്രയേറെ പാടുപീഡകളേറ്റ ഈശോയെ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു. എൻ്റെ ജീവന് വേണ്ടി സ്വന്തം ജീവൻ ബലിയർപ്പിച്ച കർത്താവെ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ സ്നേഹത്തോട്, കർത്താവിൻ്റെ പീഡാസഹനത്തോടൊന്നായി നമുക്ക് ജീവിക്കാം. ക്രിസ്തുവിൻ്റെ വഴിയെ, ക്രൂശിതൻ്റെ പിന്നാലെ നമുക്ക് ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയായി യാത്രയാകാം. ഈശോ നമ്മുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിക്കട്ടെ, അഭിഷേകം ചെയ്യട്ടെ. ആമേൻ.